ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാർ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അങ്ങനെയുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് പറയുന്നുണ്ട്, അതിന് പരിഹാരവും പറയുന്നുണ്ട്. അത് ചെയ്താൽ ഒരു കുഴപ്പവുമില്ല, അല്ലെങ്കിൽ പല ആപത്തുകളിലും പല ധനനഷ്ടങ്ങളിലും ഒക്കെ പോയി ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവർ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം കുറയ്ക്കുവാനോ അതോ ഉണ്ടാകാതിരിക്കുവാനോ ഉപകരിക്കും. ആവശ്യമില്ലാത്ത കേസ് വഴക്കെ ഒന്നും പോയി ചാടാതിരിക്കാൻ ഉപകരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. പിന്നെ അതിന് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പറയാവുന്ന ക്ഷേത്രത്തിലേക്ക് പോയി ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും പറയുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കുറച്ച് അവധൂതന്മാരുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു നല്ലൊരു അനുഭവമായിരിക്കും വീഡിയോയുടെ അവസാനം കേട്ടോ. അവധൂതന്മാരുടെ അത് അവധൂതന്മാരെന്ന് വെച്ചാൽ ഈശ്വരനായി തീർന്ന പുണ്യാത്മാക്കൾ, ഗുരുക്കന്മാർ. അവരെ ഒന്ന് കാണുന്നത്, ഞാൻ നിങ്ങളെ അവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും, എങ്കിലും അതൊക്കെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ടത് മിസ് ചെയ്യരുത്. കുറേ അവധൂതന്മാരെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, കാണിക്കുന്നുണ്ട് ഫോട്ടോയൊക്കെ. അപ്പോൾ അത് അവസാനം വരെ കാണുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഞാൻ വാട്സപ്പ് വഴി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം വാട്സപ്പിൽ തന്നെയുള്ള വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യാ, ജ്യോതിഷം, ഗ്രഹനില നോക്കാനുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ. അതൊക്കെ കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. പിന്നെ വാട്സപ്പിൽ ഇടുന്ന എല്ലാ മെസ്സേജുകളും എനിക്ക് നോക്കാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. പറ്റുന്ന അത്ര നോക്കി ഞാൻ ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും. പിന്നെ വർക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു ഡേറ്റ് തരും, മുൻഗണനാക്രമത്തിലായിരിക്കും. ധൃതി വെച്ചിട്ട് കാര്യമില്ല. പറഞ്ഞു തരുമ്പം വിശദമായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം, ഒരാളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ, രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും, എൻ്റെ അറിവിലുള്ള എല്ലാ മികച്ച കാര്യങ്ങളും അതിലുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഭാഗ്യസംഖ്യം, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവൻ, ദേവത, എവരിത്തിങ് എല്ലാം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ നക്ഷത്രക്കാർ പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. അതിനാണ് വാട്സപ്പ് ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. ഞാൻ മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഈ നക്ഷത്രക്കാർ അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് ചതയമാണ്. ചതയം. ഇപ്പം ചതയം നക്ഷത്രക്കാർ ഇപ്പം ഇന്ന് വീഡിയോ ഇടുന്ന 7/10/2024. അപ്പോൾ ഇന്നു മുതൽ ഒരു 6 മാസത്തേക്ക് ഒരു ഏകദേശം, അതായത് 2025 മാർച്ച് വരെ ഏകദേശം വരെയുള്ള ഫലമാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാലയളവ്, അതായത് ഇന്ന് മുതൽ, അതായത് 7/10/2024 മുതൽ മാർച്ച് 2025 വരെയുള്ള ആ ഒരു അത്രയും കാലഘട്ടം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മുഴുവൻ പറയുന്നത്. ചതയ നക്ഷത്രക്കാർ കേസ്, വഴക്ക്, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ചാടാതെ ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ചിലപ്പം നടത്താതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളെ, സൗഹൃദങ്ങളെയൊക്കെ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ചാടരുത്. ചാടിയാൽ അതിനൊരു തീർപ്പ് ഉണ്ടാകാൻ, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ ചില വർഷങ്ങളോളം നടക്കേണ്ടി വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ചതയ നക്ഷത്രക്കാരും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ചതയ നക്ഷത്രത്തിൽപ്പെട്ട ചിലരെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം. ഇത് സാമാന്യ ഫലമാണ്, പൊതുഫലമാണ്, ഈ പറയുന്നതല്ല. അപ്പോൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട്, മനസ്സിലാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഈ സമയങ്ങളിൽ സാമ്പത്തിക കാര്യം ശ്രദ്ധിക്കണം. 1 സാമ്പത്തികം, 2 ഒരു വഴക്കുകളെ, കേസുകളെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി ചാടാതിരിക്കുക, 3 ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന അങ്ങനെയുള്ള ഈ പറയുന്ന നക്ഷത്രക്കാർക്കെല്ലാം ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയും പറയാൻ പോകുന്നത്, അപ്പം സാമ്പത്തിക കാര്യം ശ്രദ്ധിക്കണം. ഇവർക്ക് സ്ഥാനഭ്രംശം ഉണ്ടാകാം. ജോലിയിൽ നിന്ന് ചിലപ്പോൾ ഒരു മാറ്റമോ, അല്ലെങ്കിൽ ജോലിയിൽ ഒരു തടസ്സമോ, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമോ, അല്ലെങ്കിൽ തൊഴിലിടത്തെ ആവശ്യമില്ലാത്ത ചില പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പിന്നെ പരിഹാരം, കൃത്യമായിട്ട് ചെയ്യേണ്ട പരിഹാരം അവസാനം പറയുന്നുണ്ട്. ലളിതമായിട്ടൊരു 2-3 പരിഹാരമേ പറയുന്നുള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള. അത് നിങ്ങൾക്ക് ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഒരു വയ്യാവേലി ഇങ്ങോട്ട് വരത്തില്ല, ഒരു പ്രതിസന്ധികളും ഇങ്ങോട്ട് വരത്തില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി അനിഴ നക്ഷത്രക്കാർ,
അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ കാര്യം, ഞാനീ പറഞ്ഞ ചില കാര്യങ്ങൾ ഈ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടുന്നാളുകാരോട് പറഞ്ഞു ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അവർ കുളിമുറിയിൽ അവർ തന്നെ വീണു, അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പം കുഴപ്പമില്ല. പിന്നെ ഒരു അനിഴം നക്ഷത്രക്കാർ ഇതുപോലെ കുളിമുറി വീണ് ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ പറഞ്ഞ കാലയളവിൽ ഏകദേശമായിട്ട് നടന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാവർക്കും നടക്കണമെന്നൊന്നും അതിൻ്റെ അർത്ഥമില്ല. ചിലർക്കെങ്കിലും ചിലപ്പോൾ അനുഭവത്തിൽ വരാൻ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടെ വീഡിയോ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് കാണാത്തവർക്കും പുതിയതായിട്ട് കാണുന്നവർക്കും ഒക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാകും. അനിഴം നക്ഷത്രം പ്രത്യേകിച്ച് കുളിമുറി ഒക്കെ ശ്രദ്ധിക്കുക, തെന്നി വീഴാതെ. പിന്നെ പൊക്കമുള്ള സ്ഥലങ്ങളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കുക, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോഴൊരു ഈ ഒരു സമയങ്ങളിൽ, അതായത് മോശം സമയങ്ങളിൽ നമുക്കൊരു അപകടം അല്ലെങ്കിൽ ഒരു വീഴ്ച ഉണ്ടായാൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ്, അതിൻ്റെ ഒരു പരിണിത ഫലം ചിലപ്പം ജീവിതത്തിലുടനീളം നമ്മളെ അലട്ടാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു പൂര നക്ഷത്രക്കാരി, അവർക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ പൂര നക്ഷത്രക്കാരെ ശ്രദ്ധിക്കണം, വാഹനം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴും കാല് കുത്താൻ വയ്യ നിലത്ത്, ഇടത് ഒരു കാല്. അപ്പോൾ എങ്ങനെ അത് ഒരു ഭാവിയിലേക്കും അതിൻ്റെ ഒരു പരിണിത ഫലങ്ങൾ, ഭാവിയിലേക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതാണ് ഈ മോശം സമയങ്ങളിൽ ഒരു വീഴ്ചയോ അപകടമോ ഉണ്ടായാവുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, അത് ഒഴിവാക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കിയാൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ഈ സമയങ്ങളിൽ കുളിമുറി ഒക്കെ ആണെങ്കിലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അത് തെന്നലുണ്ടാകാതെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദോഷ സമയങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള വീഴ്ച കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ദോഷ സമയങ്ങളിൽ വീഴ്ചകളൊക്കെ ഉണ്ടാകാമെന്ന് പറയുന്നതിൻ്റെ കാര്യം, അല്ലെ വാഹന അപകടങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഈ ദോഷ സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും മിസ്റ്റേക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുകൾ പറ്റാം. അത് ഈ മോശം സമയങ്ങളിൽ അല്ലെങ്കിൽ ദോഷ സമയങ്ങളിൽ കൂടിയിരിക്കും. അങ്ങനെ തെറ്റുകളൊക്കെ പറ്റുമ്പോൾ നമ്മുടെ ശ്രദ്ധ നമുക്ക് തെറ്റ് പറ്റിയതല്ലോ, അല്ലെ എനിക്ക് പൈസ നഷ്ടപ്പെട്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആബ്സെൻറ്റ് മൈൻഡ് ആയിരിക്കും. അതുകൊണ്ടാണ് തെന്നി വീഴുന്നതും അല്ലെ ഒരു വാഹനമൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഒരു കാര്യം. ദോഷ സമയങ്ങളിൽ പലപ്പോഴും നമുക്ക് പല പ്രതിസന്ധികൾ കൂടുതൽ വരുന്ന കാരണം നമ്മൾ ആബ്സെൻറ്റ് മൈൻഡ് ആയിരിക്കും. മൈൻഡ് എപ്പോഴും ഒരു നമ്മൾ ശ്രദ്ധ കുറയും പല കാര്യങ്ങളിലും. അതുകൊണ്ടാണ് വീഴ്ചകളും തട്ടുമുട്ടും അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റേതായ ഒരു കാര്യകാരണങ്ങളുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ അത് പ്രയോജനം ചെയ്യുന്നു. അപ്പോൾ അനിഴം നക്ഷത്രക്കാർ വീഴ്ചകൾ ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങൾ, സാമ്പത്തികപരമായ ഏതൊരു ഇടപാടും ശ്രദ്ധിക്കണം. ഈ ദോഷ സമയങ്ങളിൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുക, കുറച്ച് സ്വർണം തരാമോ, ഞങ്ങൾക്ക് പണയം വെച്ചിട്ട് ഞങ്ങൾ ഇന്ന സമയത്ത് എടുപ്പിച്ച് തരാം എന്ന് പറയുക. ദോഷ സമയങ്ങളിലാണ് നിങ്ങളത് കൊടുക്കുന്നെങ്കിൽ അത് കിട്ടാൻ ചില ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ശ്രദ്ധിക്കുക, അത് നിങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങൾ ആ ദോഷ സമയമെന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അതുമൂലമുള്ള മനോദുഃഖങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. അപ്പം അനിഴം നക്ഷത്രക്കാർക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. അതിനു വേണ്ടിയാണ് പറയുന്നത്. പണ്ട് ഇതുപോലെ ഒരാൾ ഇത് നോക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം BP ഉള്ള മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അത് വലിയ മുഖവിലയ്ക്ക് എടുത്തില്ല. പക്ഷെ നടന്നു പോകുന്ന വഴിക്ക് തല കറങ്ങി വീണു, ഞരമ്പ് പൊട്ടി, അദ്ദേഹം ആശുപത്രിയിൽ കിടന്നു. ICU കിടന്നപ്പോൾ ഞാൻ പോയതാണ്. പക്ഷേ അപ്പോഴത്തേനും ഇച്ചിരി സീരിയസ് ആയിരുന്നു. പക്ഷെ ആൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ, അപ്പോൾ ഏതായാലും ശ്രദ്ധിക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞായിരുന്നല്ലോ, അത് വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ഗുണം ഉണ്ടാകാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇനി തൃക്കേട്ട നക്ഷത്രക്കാരും കുടുംബ കലഹങ്ങൾ, വീട്ടിൽ ആവശ്യമില്ലാത്ത വഴക്കുകളെ പ്രശ്നങ്ങളെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ഒഴിവാക്കണം. അല്ലെങ്കിൽ ഒരു വഴക്കിൻ്റെ ഒരു സാധ്യത കാണുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് പോയേക്കണം. അങ്ങനെ നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് ഗുണമുണ്ടാകും. ചിലപ്പോൾ വഴക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ, അപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാര്യം, ഈ ദോഷ സമയങ്ങളിൽ ഇപ്പോൾ വീട്ടിൽ ഒരു വഴക്കുണ്ടായി, നമ്മൾ ആ സമയത്ത് ഒന്നുകിൽ നമുക്ക് അതിൽ നിന്ന് ഒഴിവാകാം, നമുക്കല്ല ആ സമയത്ത് വെളിയിലോട്ട് ഇറങ്ങി പോകാം, അങ്ങനെയൊക്കെ നമുക്കത് ഒഴിവാക്കാം. ഇനി നമ്മൾ ആ സമയത്ത്
നമ്മൾ ആ വഴക്ക് ഉണ്ടായ സമയത്ത് നമ്മളിതൊന്നും അറിയാതെ, നമ്മൾ ആ സമയത്ത് അറിയാതെ വല്ലതും ഒരു വഴക്കുണ്ടാകുന്നു, നമ്മൾ അറിയാതെ ഒരാളെ പിടിച്ച് തള്ളിയാലും ചിലപ്പം അത് മതി ചിലപ്പം ഒരാൾക്ക് എന്തെങ്കിലും നല്ലൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകാനോ ആപത്തുണ്ടാകാനോ. ദോഷ സമയങ്ങളിൽ കൈ തൊട്ടാൽ മതി, ചിലപ്പം അവർക്ക് എവിടെ ചെന്ന് ഇടിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് ഈ ദോഷ സമയങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഒരു പൂര നക്ഷത്രക്കാരൻ ഇതുപോലെ അവരുടെ വീട്ടിൽ ഞാൻ നോക്കിയപ്പം, ഞാൻ ആ പൂര നക്ഷത്രം ഇങ്ങനെ നോക്കി, നേരത്തെയാണ് കേട്ടോ, കുറേ നാൾ മുമ്പാണ്. ഞാൻ പറഞ്ഞു ആ പയ്യനെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തും നിങ്ങൾ കുറച്ച് നാളത്തേക്ക്. അപ്പോൾ അവർ പറഞ്ഞ് ശരിയാ, വീട്ടിൽ എന്നും പ്രശ്നവും വഴക്കോ, ഫാദറുമായിട്ട് എപ്പോഴും വഴക്കും ബഹളങ്ങളും ഒക്കെയാണ്. ഈ പയ്യൻ എഞ്ചിനീയറിങ്ങിന് പഠിച്ച പയ്യനാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബന്ധുക്ക വീട്ടിലേക്ക് പോലെ അവനെ തൽക്കാലം കുറച്ച് മാസത്തേക്ക് മാറ്റി നിർത്തുക, എന്നിട്ട് പിന്നെ കുഴപ്പമില്ല. അവിടെ അവർക്ക് ഞാൻ പറയുന്നത് വിശ്വാസമാണ്, കാരണം അവർക്ക് ഒരുപാട് അനുഭവമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അവരത് ചെയ്തു. ആ പയ്യനെ വേറെ ഒരു ബന്ധുക്ക വീട്ടിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചാ പയ്യൻ വീട്ടിൽ വന്നു, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ അവൻ മിടുക്കനായിട്ട് ഈ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോമാണ്, വീട്ടിൽ ഇരുന്നുകൊണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ വർക്കുകൾ ചെയ്യുന്നു. ഇപ്പോൾ ഫാദറുമായിട്ട് കുഴപ്പമൊന്നുമില്ല. ആ ദോഷ സമയത്ത് അതൊന്ന് ചേഞ്ച് ആയാൽ, ആ ഒരു നിമിഷം അല്ലെ ആ ഒരു കാലഘട്ടം നമ്മളെ ഒന്ന് വഴക്കുണ്ടാകാൻ പോകുന്ന നിമിഷം ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നെ പ്രശ്നമില്ല. അല്ലെ ആ ഒരു കാലഘട്ടം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ അതങ്ങനെ അവർക്ക് ഉപകാരപ്പെട്ടു. ഞാനിത്ര ചിന്തിച്ചുള്ളൂ, എഞ്ചിനീയറിംഗ് പഠിച്ചൊരു പയ്യനാണ്. വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ, ഫാദറുമായിട്ട് വഴക്കുണ്ടാകുമ്പോൾ ഈ ചെറുക്കൻ അറിയാതെ വല്ലതും പിടിക്കുക തള്ളുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ഭാവി പോകും. അതാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ അത് അങ്ങനെ തന്നെ അവരോട് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ആ പയ്യനെ മാറ്റും, ഒരു 6 മാസത്തേക്ക് ബന്ധുക്ക് വേണ്ടി. അപ്പോൾ അവർക്ക് പ്രയോജനം ചെയ്തു. പിന്നെ ഇപ്പോൾ പയ്യൻ വീട്ടിൽ വന്ന് നിന്നു, ഒരു കുഴപ്പമില്ല. ആ ദോഷകാലഘട്ടം കഴിഞ്ഞപ്പം ഇതൊന്നും ചെറിയ നിസ്സാര കാര്യങ്ങളല്ല, ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ്. ഈ അറിവുകൾക്കൊക്കെ വലിയ വിലയുണ്ട്. ഇതിന് വിലയല്ല, മൂല്യമുണ്ട്. ജീവിതം തിരിച്ചു പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ നിലയിൽ ഇത് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് പ്രയോജനം ചെയ്യും. അല്ലാതെ ചുമ്മാ ഈ നാൾ കാണാൻ പഠിച്ച് പറയുന്നപ്പോൾ അങ്ങനെ രീതി വിചാരിക്കരുത്. ഇതൊക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ തന്നെ തിരുത്തി എഴുതാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ നിലയിൽ മനസ്സിലാക്കുക കേട്ടോ. ഇതെല്ലാം അനുഭവങ്ങളാണ്. അപ്പോൾ തൃക്കേട്ട തൊഴിൽപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എങ്കിലും ശ്രദ്ധിച്ചാൽ മതി. വീട്ടിൽ കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുക. ആ സമയത്ത് അവിടെ നിന്ന് ഒന്ന് ഇറങ്ങി പോവുക, അങ്ങനെ ചെയ്യുക, വഴക്കുകൾ ഒഴിവാക്കുക. പിന്നെ സാമ്പത്തികപരമായ പണം ബ്ലോക്കാണ് കേട്ടോ. പണം കിട്ടാനുള്ള പണം, ഇപ്പം ജോലി ചെയ്താൽ പോലും കിട്ടാനുള്ള പണം ബ്ലോക്കായിട്ട് നിൽക്കാം. അപ്പോൾ അതിന് വഴിപാടുകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. അത് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് ശ്രദ്ധിച്ച് വേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോയാൽ മതി. അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെക്ക് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധയോടെ ഒന്ന് ചെക്ക് ചെയ്ത് മരുന്നൊക്കെ മുടങ്ങാതെ കഴിച്ചു പോയാൽ കൂടുതൽ നന്നായിരിക്കും. അല്ലാത്തവരാണെങ്കിലും ഇടയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നാൽ ഗുണമുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അതേ ഉദ്ദേശിക്കുന്നത്, അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല. പൂരം നാളുകാർ വാഹനം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാലഘട്ടം ഞാനിപ്പോൾ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞല്ലോ, ഈ പറയുന്ന കാലഘട്ടം ഒക്ടോബർ, ഞാൻ 7-ാം തീയതി വീഡിയോ ഇടുന്നു. ഒക്ടോബർ 7, 2024 മുതൽ ഏകദേശം 2025 മാർച്ച് വരെയുള്ള ഒരു കാലഘട്ടം. അപ്പം വാഹനം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? വാഹനത്തെ നോക്കിക്കൊണ്ടിരിക്കുക എന്നല്ല, അല്ലെ വാഹനം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നതിലല്ല വാഹനം ശ്രദ്ധിക്കുന്നത്. എല്ലാ ദിവസവും എൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ബ്രേക്ക്, കാര്യങ്ങൾ, വർക്കിംഗ് കണ്ടീഷൻ. 2, ഈ ദോഷ സമയങ്ങളിൽ ഈ വണ്ടിയുടെ കൂടുതൽ സ്പീഡ്, ഓവർ സ്പീഡ്, അല്ലെങ്കിൽ കൂടുതൽ റോങ് ഓവർടേക്കിങ്, കൂടുതൽ ആവേശം കാണിക്കാൻ പോകരുത്. 3, ക്ഷീണമുള്ള സമയങ്ങളിൽ, അതായത് രാത്രി കാലഘട്ടങ്ങളിലോ ശരീരം ക്ഷീണമുള്ളപ്പോഴോ കഴിവതും ഡ്രൈവിംഗ് ഒഴിവാക്കുക. 4, ദൂരയാത്രകൾ ആവശ്യമെങ്കിൽ ചെയ്യുക, കഴിവതും ഒഴിവാക്കുക. ഇത്തരം കാര്യം ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ വണ്ടി നോക്കുക, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നൊന്നുമല്ല. പ്രായോഗികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അത് ഗുണമുണ്ടാവും. പിന്നെ വീഴ്ചകളെ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക, തെന്നി വീഴുക, പെടലിക്ക് വേദന, നടുവിന് വേദന ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ മതി. സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് പണത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാം ശ്രദ്ധിക്കുക. അധിക ചിലവുണ്ടാകാം, മനസ്സിലായോ? അതായത് ഒരു കാരണമില്ലാതെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ആവശ്യമില്ലാതെ ചില ചിലവുകൾ കൂടുതലായിട്ട് വരാം. പിന്നെ ചിലപ്പോൾ ചിലർക്ക് വീട് മെയിൻ്റെനൻസ്, അല്ലെ വീട് വർക്ക്, അല്ലെ വീട് സംബന്ധമായ മെയിൻ്റെനൻസ്, അല്ലെ വീട് മാറ്റം, പുതിയ വീട് ഭൂമി വാങ്ങിക്കൽ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ മൂലം പണം കൂടുതൽ അധിക ചിലവുണ്ടാകാം. പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
പിന്നെ ചിലർക്ക് വിദേശവാസം ഉണ്ടാകാം ഈ സമയത്ത്. പക്ഷെ എന്നാലും വിദേശവാസം ഉണ്ടായ പോലും പിടിച്ചു നിൽക്കാൻ ചില ബുദ്ധിമുട്ട് വരും. അത് നമ്മളതൊന്നും മനസ്സിലാക്കി പോവുക, അല്ലെങ്കിൽ അത് പിടിച്ചു നിൽക്കാനുള്ള മാനസിക ക്ഷമത ഉണ്ടെങ്കിൽ പോവുക. ഇല്ല വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ക്ലേശങ്ങളുണ്ടാകുക ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വഴിപാടുകൾ ചെയ്യുക. പിന്നെ അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുക, അത് പിടിച്ച് ഞാൻ നിൽക്കും എന്ന നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് അതിജീവിച്ചാൽ പിന്നീട് വരുന്ന സമയം അവർക്ക് ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കൂട്ടുകെട്ടുകളെ ശ്രദ്ധിക്കുക. ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ചില റിലേഷൻസ്, ചില കൂട്ടുകെട്ടുകൾ ഒക്കെ ചിലപ്പോൾ ജെനുവിൻ ആകണമെന്നോ നമുക്കതുകൊണ്ട് ഗുണം ഉണ്ടാകണമെന്നോ ഒന്നും നിർബന്ധമില്ല. ശ്രദ്ധിക്കുകയാണ്. ചിലർ മോശക്കാരാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ശ്രദ്ധിക്കുക. മോശ സമയങ്ങളിലെ കൂട്ടുകെട്ടുകൾ എപ്പോഴും അത്ര ഗുണം ചെയ്യണമെന്നില്ല. അത് സൗഹൃദങ്ങളായിക്കോട്ടെ, റിലേഷൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അതുപോലെ നമ്മളൊരു മോശ സമയമുള്ള ഒരാളോട് കൂടി നടന്നാൽ തന്നെ കുറച്ചൊക്കെ സമയദോഷം നമുക്കും അത് വന്നു ചേരും. മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ച് നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെ നടക്കരുതെന്നോ അല്ലെ മറ്റുള്ളവരെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും നമ്മൾ ആ സമയത്ത് കൂടുതലും ഈശ്വരാധീനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി മകൻ നക്ഷത്രക്കാർക്ക് മനോദുഃഖങ്ങൾ, ഈ പൂര നക്ഷത്രക്കാർക്കും മകൻ നക്ഷത്രക്കാർക്കും ഒക്കെ മനോദുഃഖം വളരെ ഒരു ഇതായിട്ടുണ്ടാകാം. ഓരോ ദിവസം എന്തെങ്കിലും ഒരു മനസ്സിനെ കാർന്നു നിന്നുന്ന ഒരു കാര്യങ്ങൾ ഒരു 6-8 മാസത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുക. അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ മാറിക്കോളും, സമയത്തിൻ്റെയാണ്. മനസ്സറിയാതെ ചില കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരാം. അപ്പോൾ അതിനൊക്കെ വഴിപാട് പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ അങ്ങ് മാറിക്കോളും. ഈ സമയം കടന്നു പോകുമല്ലോ. ഇത് ഈ ദോഷ സമയങ്ങളും കടന്നു പോകും. അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. സന്തോഷമായിട്ടിരിക്കുക. പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ മകൻ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. തൊഴിൽപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, ചെയ്തു പോവുക. പിന്നെ പൂരുരുട്ടാതി നാളുകാർ, അവർക്ക് തൊഴിൽ നഷ്ടങ്ങളെ, തൊഴിൽ പ്രതിസന്ധികളെ ഒക്കെ ഉണ്ടാകാം. തൊഴിലെടുത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെ ഇതൊക്കെ ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഉത്രട്ടാതി നക്ഷത്രക്കാർ, അവരും സ്ഥാനഭ്രംശം, തൊഴിൽ മാറ്റം, തൊഴിൽ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. മനസ്സിന് എപ്പോഴും ഒരു ടെൻഷൻ, അലോരസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. സാമ്പത്തികമായിട്ട് പറഞ്ഞു വെക്കുന്ന പൈസ പോലും ചിലപ്പോൾ കിട്ടാൻ തടസ്സം ഉണ്ടാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ആ സമയങ്ങളൊക്കെ ഈ 6-8 മാസം മുഴുവൻ മോശമാണെന്നല്ല എൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം എന്നുള്ളതാണ്. നല്ല കാര്യങ്ങളും നടക്കാം കേട്ടോ. അങ്ങനെ മനസ്സിലാക്കുക. ഇപ്പം പൂര നക്ഷത്രക്കാർക്ക് വാഹനം ചിലർ മേടിക്കാം, അല്ലെങ്കിൽ മകൻ നക്ഷത്രക്കാർ വാഹനം മേടിക്കാം. അത് അനിഴമായിക്കോട്ടെ, കേട്ടയായിക്കോട്ടെ, വാഹനം, വിവാഹം, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നടക്കാം. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാലഘട്ടം മുഴുവൻ മോശമാണെന്ന് അർത്ഥമില്ല കേട്ടോ. ഇനിയും പറയാൻ പോകുന്നത് രേവതി നക്ഷത്രക്കാർക്കും ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. ആവശ്യമില്ലാത്ത കേസ്, വഴക്ക്, കാര്യങ്ങൾ, ഒരു പ്രതിസന്ധികൾ, അതുപോലെ മാനസികമായ ടെൻഷന്, ക്ലേശമായി അതുവരെ ഇല്ലാത്ത രീതിയിലുള്ള മാനസികം, ഒന്നുമില്ലെങ്കിലും ചുമ്മാ ഇരുന്ന് വിഷമിക്കുന്ന ഒരു സാഹചര്യം, ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ച് വെറുതെ ഇരുന്ന് വിഷമിക്കുന്ന ഒരു സാഹചര്യം, മെൻ്റൽ അഗടി, ഒരു മാനസികമായൊരു വേദന, അതൊക്കെ ഉണ്ടാകാമെന്നുള്ളതാണ്. പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങളെ ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തിരുവോണം നക്ഷത്രക്കാരും അവർ തൊഴിൽപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ആരോഗ്യ പ്രശ്നങ്ങളെ ശ്രദ്ധിക്കുക, പിന്നെ സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക, സുഹൃത്ത് ബന്ധങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ലതായിരിക്കും. മകയിര നക്ഷത്രക്കാർ ഈ സമയത്ത് പുതിയതായിട്ട് വരുന്ന കൂട്ടുകെട്ടുകൾ ഒക്കെ ശ്രദ്ധിക്കണം. മനസ്സിലാകുന്നുണ്ടോ? പുതിയതായിട്ട് ചില കൂട്ടുകെട്ടുകളെ ഈ ദോഷ സമയങ്ങളിൽ ചിലപ്പം നമുക്ക് തോന്നും ഇന്ന ആളോട് കൂടുതൽ കൂട്ടുകൂടാ. അതായിരിക്കും ചിലപ്പം അവനേറ്റവും പണി കിട്ടുന്നത്. ദോഷ സമയങ്ങളിൽ മകരനാളുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആവശ്യമില്ലാത്ത മോശമായ കൂട്ടുകെട്ടുകൾക്ക് ഈ സമയത്ത് പോകാതിരിക്കുക. തൊഴിൽ കൂടുതൽ ശ്രദ്ധിക്കുക. തൊഴിൽ മുടങ്ങാം, അല്ലെ തൊഴിൽ വേണ്ട രീതിയിൽ ചെയ്യാൻ തടസ്സം ഉണ്ടാകാം. മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ, ക്ലേശങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികപരമായ ബ്ലോക്ക് ഉണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പേടിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചെയ്യേണ്ട പരിപാടികളും പറയുന്നുണ്ട്. സന്തോഷമായിട്ട് ഇരിക്കുക. അല്ലാതെ വലിയ പേടിക്കേണ്ട കാര്യങ്ങളല്ല. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലേ, മോശ സമയത്ത് ആരെങ്കിലും വന്നു വെച്ച് പണം ചോദിക്കുന്നു, അല്ലെ സ്വർണം പണയം വെക്കാൻ ചോദിക്കുന്നു, അതൊക്കെ കഴിവ് ഒഴിവാക്കാമെന്നെങ്കിൽ ഒഴിവാക്കുക. അല്ലെങ്കിൽ പിന്നെ കിട്ടാൻ വേണ്ടി ഓടി നടക്കേണ്ടി വരും.
അതുകൊണ്ട് തന്നെ മനോദുഃഖം ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഒഴിവാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നിലയിൽ പറയുന്നതാണ്. പിന്നെ ഈ സമയത്തുണ്ടാകുന്ന സൗഹൃദങ്ങൾ ഒക്കെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ അതുകൊണ്ട് ഗുണമുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്. വെച്ചാൽ എല്ലാവരും മോശക്കാരാണെന്നല്ല, നമ്മൾ ശ്രദ്ധിക്കുക, നല്ല സൗഹൃദങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. ഈ ദോഷ സമയത്ത് ചില സൗഹൃദങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് വരും. നമുക്ക് നമ്മുടെ സമയദോഷം കൊണ്ട് നമുക്ക് തോന്നും അത് ഏറ്റവും നല്ല മനുഷ്യനാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ പണി പാളിയെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ദോഷ സമയങ്ങളിൽ ഏതൊരു സൗഹൃദവും വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ അനുഭവത്തിൻ്റെ വെട്ടത്തിൽ പറയുന്ന കാര്യങ്ങളല്ല. അത് ചുമ്മാ ഈ നാളെ നമുക്ക് ബുക്കിൽ എഴുതി വെച്ച് നോക്കി വായിക്കാം. അതാർക്കും ചെയ്യാവുന്ന കാര്യം അതൊന്നുമല്ല. കൃത്യം ജീവിതം മാറ്റുന്ന, ജീവിതം പുതിയൊരു അവസ്ഥയിലേക്ക് ടേൺ ചെയ്യുന്ന, വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഇല്ലാതാക്കുന്ന, ഞാൻ പറഞ്ഞ് അത് നിർദ്ദേശം കൊടുത്ത പലർക്കും സാമ്പത്തിക നഷ്ടങ്ങൾ ഒരുപാട് ഒഴിവായിട്ടുണ്ട്. അത് വലിയ തുകകൾ. ഇന്ന സമയത്ത് ബിസിനസ് വേണ്ട, ഇന്ന സമയത്ത് പുതിയ കാര്യം തുടങ്ങണ്ട, അല്ലെ ഇന്ന സമയം കഴിഞ്ഞ് ഒരു ഇത്ര മാസം കഴിഞ്ഞ് തുടങ്ങിയാൽ മതി, അവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. അല്ല അങ്ങനെ പറയുന്ന കാര്യമാണ് പറഞ്ഞ് മനസ്സിലായത്. അപ്പോൾ അതുപോലെ മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പൂയ നക്ഷത്രക്കാർ ആരോഗ്യ പ്രശ്നം ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ തൊഴിൽപരമായിട്ട് മിസ്റ്റേക്കുകൾ പറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. വലിയ വലിയ ദോഷങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പുണർദം ആയില്യം. പുണർദം നക്ഷത്രക്കാർക്ക് മാനസികമായിട്ട് ഒരു ടെൻഷൻ കൂടിയിരിക്കുന്ന സമയമാണ്. തൊഴിൽപരമായിട്ട് പ്രതിസന്ധികൾ ഉണ്ടാകാവുന്ന സമയമാണ്. ശ്രദ്ധിക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. വാഹനം കഴിഞ്ഞ ദിവസം ഒരു പുണർദം നക്ഷത്രക്കാരൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ പുള്ളിയോട് ഞാൻ പറഞ്ഞു ചേട്ടാ വണ്ടി മുട്ടിയിട്ടിരിക്കുക, ഞാനതൊന്നും അറിയുന്നില്ല. അപ്പോൾ പുണർദം നക്ഷത്രക്കാർ വാഹനം ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചാൽ മതി, പേടിക്കേണ്ട. അതുപോലെ തന്നെയാണ് ആയില്യം. വാഹനം ശ്രദ്ധിക്കുക, സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാരെല്ലാം 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ല വേറൊന്നുമല്ല. ഒരു ആരോഗ്യപരമായ കാര്യത്തിന് എപ്പോഴും ഡോക്ടറെ കാണണം. നിങ്ങളൊരു വണ്ടി കേടായാൽ ഉടനെ പോയി ജ്യോതിഷനെ വിളിക്കുകയാണ്. ജ്യോതിഷനെ വിളിച്ചാൽ വണ്ടി നന്നാക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. നിങ്ങൾ ഡോക്ടറെയാണ് കാണുന്നത്. എന്നോട് ആരോഗ്യ പ്രശ്നങ്ങൾ പറയുന്നവരെല്ലാം കാര്യം പറയുന്നതാണ്. നിങ്ങൾക്കൊരു ആരോഗ്യ പ്രശ്നം വന്നാൽ ഡോക്ടറെ കാണണം. ഇപ്പം നിങ്ങൾ പോകുന്ന വഴിക്ക് വണ്ടി കേടായി, നിങ്ങളത് മെക്കാനിക്കലിനെ വിളിക്കണം. അല്ലാതെ ജ്യോതിഷനെ വിളിച്ചാൽ വണ്ടി നന്നാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം കേടാകുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിന് ഒരു കേടുപാട് വരുമ്പോൾ അതിന് ഡോക്ടറാണ് വിളിക്കേണ്ടത്, മെക്കാനിക്കല്ല. അപ്പോൾ ഡോക്ടറെ വിളിക്കണം. അതിന് ജ്യോതിഷനെ വിളിച്ചിട്ട് കാര്യം. നിങ്ങളുടെ ആത്മീയമായ കാര്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥന, ആത്മീയമായ പുരോഗതി, അതിന് ഡോക്ടറെയല്ല ജ്യോതിഷനെ കാണും. ആത്മീയമായ കാര്യങ്ങൾ നന്നായി ശരിയായി പറഞ്ഞു തരുന്ന ആളെ കാണും. അപ്പോൾ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എപ്പോഴും ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് തേടുക തന്നെ വേണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. എന്നോട് ഈ പറയുന്നതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യം ഇതാണ്. അല്ലാതെ നമ്മൾ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലും പോകുമ്പോൾ ഒരു വണ്ടി കേടായവരെ മെക്കാനിക്കിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ജ്യോതിഷനെ വിളിച്ചുകൊണ്ട് വന്നാൽ വണ്ടി നന്നാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ശരീരത്തിനും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണണം. അത് ജ്യോതിഷനോട് ചോദിച്ചിട്ട് കാര്യമില്ല. ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ കുഴപ്പമാണ്. കാരണം നമുക്കതിനുള്ള വിവരവും വിദ്യാഭ്യാസവും പ്രായവും ഉണ്ട്. പിന്നെയും അത് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്തുമാത്രം നമ്മുടെ കുഴപ്പം തന്നെയാണ്, അത് അവനവൻ്റെ കുഴപ്പമാണ്. അതായത് ആത്മീയ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജ്യോതിഷനോട് തന്നെ ചോദിക്കണം. നല്ല രീതിയിൽ പറഞ്ഞു തരുന്നത്, അത് ആരോട് ചോദിച്ചാലും നല്ല രീതിയിൽ പറഞ്ഞു തരും. അതിന് എന്ത് ചോദിക്കണം അവരോട് ചോദിക്കണം. പറയാൻ മനസ്സിലാകും. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ മരുന്നുകൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെയാണ് ആയില്യ നക്ഷത്രവും ഈ പറഞ്ഞ കാര്യങ്ങൾ. ആയില്യ നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കെല്ലാം ഏകദേശം ഒരു സാമ്പത്തികം, ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇത്രയും നക്ഷത്രക്കാർ. ഈ പറഞ്ഞ കാലയളവ് ഈ ഒക്ടോബർ 7 2024 മുതലുള്ള ഒരു 2025 മാർച്ച് വരെയുള്ള ഏകദേശം കാലഘട്ടം അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിരിക്കും. ഇനി പരിഹാരം കൂടെ പറഞ്ഞുതരാം. എന്നിട്ട് അവധൂതന്മാരുടെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. അപ്പം പരിഹാരം വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ രക്തപുഷ്പാഞ്ജലി ചെമ്പരത്തിമാല സമർപ്പിക്കുക.
കുളമുള്ള ക്ഷേത്രമാണെങ്കിൽ മലരുകൊണ്ട് മീനൂട്ട് നടത്തുക. വെള്ളിയാഴ്ചകൾ സാധിക്കുന്ന പോലെ രാവിലെ ചെയ്യണം, ആവർത്തിക്കണം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. കൂടുതൽ ആവർത്തിക്കുന്നതോടെ കൂടുതൽ ബലം ഉണ്ടാകും. അത് ആവശ്യമുള്ളവർ ആവർത്തിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ആവർത്തിക്കുന്നത് കേട്ടോ. ആവർത്തിച്ചവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ അത് ആവശ്യം പോലെ ചെയ്യുക. ശിവന് ശനിയാഴ്ച മൃത്യുഞ്ജയാർച്ചന, ജലധാര, പാൽപ്പായസം പറ്റുമെങ്കിൽ പാൽപ്പായസം. ഇത് പാൽപ്പായസം പറ്റത്തില്ലേ വെള്ളം നിവേദ്യം, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. മൃത്യുഞ്ജയാർച്ചന, ജലധാര, പാൽപ്പായസം, അല്ലെങ്കിൽ മൃത്യുഞ്ജയാർച്ചന, ജലധാര, വെള്ള നിവേദ്യം, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യുക. ഇത് ശനിയാഴ്ചകളിൽ രാവിലെ ചെയ്യുക, ആവർത്തിക്കുക. രാവിലെ കുളി കഴിഞ്ഞ് പറഞ്ഞാൽ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് തല തോർത്തിയിട്ട് ഓം നമഃ ശിവായ വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് ജപിക്കുക കുളിമുറിയിൽ. അതുകൊണ്ട് 3 തവണ ജപിക്കാം, അല്ലെങ്കിൽ 1 മിനിറ്റ് ജപിക്കാം. 1 മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡേ ഉള്ളൂ, പെട്ടെന്ന് ജപിക്കുക എന്നുള്ളേ ഉള്ളൂ. അപ്പം 1 മിനിറ്റ് ജപിച്ചാൽ കുറച്ചുകൂടി ബലം പെട്ടെന്ന് കിട്ടും. അത് കുറച്ചുകൂടി നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് ആ മന്ത്രത്തിൻ്റെ മന്ത്രബോധം, മന്ത്രശക്തി പോകും. 3 തവണ ചെയ്താൽ അത്രയും പോകത്തുള്ളൂ. 1 മിനിറ്റ് ആ മന്ത്രം ജപിച്ചാൽ അത്രയും കൂടെ മന്ത്രബോധം, ആ മന്ത്രത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാകും. അപ്പം വടക്കോട്ട് നോക്കി കുളി കഴിഞ്ഞാൽ ഉടനെ തല തോർത്തി കഴിഞ്ഞു ഓം നമഃ ശിവായ 3 തവണയോ 1 മിനിറ്റോ ജപിക്കാം. ഈ ദിവസവും രാവിലെയും ജപിക്കുക, വൈകിട്ടും ജപിക്കുക. വൈകിട്ടാണ് കൈയും കാലും മുഖം കഴുകിയിട്ട് ജപിക്കുക. അപ്പോൾ ഇതാണ് അതിനുള്ള ഒരു പരിഹാരങ്ങൾ. ഇതെല്ലാം പൊതുഫലങ്ങളാണ്. ഓരോരുത്തരും ഇപ്പോൾ ഈ ഏത് നക്ഷത്രമാണെങ്കിലും അവർ ജനിക്കുന്ന സമയം അനുസരിച്ച് ഫലങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോരുത്തരും വ്യത്യാസം. പൂര നക്ഷത്രക്കാരാണെങ്കിലും എല്ലാവരും ഒരു സമയത്തല്ലല്ലോ, പല സമയങ്ങളിലാണ്. അതുപോലെ ഈ പറഞ്ഞ നക്ഷത്രക്കാരെല്ലാം അവരെല്ലാം പല പല സമയങ്ങളിൽ ജനിക്കുന്നവരാണ്. അപ്പോൾ ജനിച്ച സമയം അനുസരിച്ച് ഫലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് സാമാന്യ ഫലങ്ങൾ, പൊതുഫലങ്ങളാണ്. എങ്കിലും ഇതൊക്കെ ചിലർക്കെങ്കിലും അനുഭവത്തിൽ വരാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട്, മനസ്സിലാക്കുന്നതുകൊണ്ട്, പരിഹാരം ചെയ്യുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ നിലയിൽ പറയുന്നതാണ്. ഇനി കുറച്ച് അവധൂതന്മാരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് കാക്കാ പുശുണ്ടറാണ്. കാക്കാ പുശുണ്ടർന്നും കാക്കാ പുശുണ്ടർന്നും ഒക്കെ പറയും. പുജുണ്ടർന്നും പുശുണ്ടർന്നും എല്ലാം ഒരാൾ തന്നെ. കാക്കാ പുജുണ്ടർ അല്ലെ കാക്കാ പുശുണ്ടർ. അപ്പോൾ ഇത് കാക്കാ പുശുണ്ടറാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് അദ്ദേഹത്തിൻ്റെ, ഇത് കാക്കാ പുശുണ്ടറും ഇത് അദ്ദേഹത്തിൻ്റെ പത്നിയുമാണ്. കാക്കാ പുജുണ്ടർ ഇത് അദ്ദേഹത്തിൻ്റെ പത്നി. ഇത് മഹാസിദ്ധനാണ് അദ്ദേഹം മഹാസിദ്ധനാണ്, അവധൂതനാണ്. അവധൂതന്മാരിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള സുദർശന ചക്രത്തെ ഇദ്ദേഹം യോഗശക്തിയാൽ നിർത്തിയതായിട്ട് പുരാണത്തിൽ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് വസിഷ്ഠൻ. വസിഷ്ഠന്, അതായത് ശ്രീരാമൻ്റെയൊക്കെ ഗുരു. ഇദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരും, ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാസിദ്ധനാണ്. ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന മന്ത്രമാണ്, ഏത് മന്ത്രമാണ്? രാമമന്ത്രം. രാമ എന്നുള്ള 2 അക്ഷരം. ഇവർക്കൊന്നും അവസാനമോ ആദ്യ അവസാനമോ ഒന്നുമില്ല. ഇവരൊക്കെ ഈശ്വരന്മാരായി തീർന്നതാണ്. ഇദ്ദേഹമാണ് ഷിർദി ബാബ, നിങ്ങൾക്കറിയാമല്ലോ. ഇദ്ദേഹം മഹാ അവധൂതനാണ്, സിദ്ധനാണ്, ഈശ്വരനായി തീർന്ന തന്നെ പുണ്യാത്മാവാണ്. ഇനിയും പറയാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ കാണിച്ചിരുന്നുള്ളൂ. ഇത് ശിവപ്രവാഹർ സിദ്ധയോഗി. അദ്ദേഹം ഈശ്വരനായി തീർന്ന, ശിവനായി തീർന്ന മഹാപുണ്യാത്മാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. മഹാസിദ്ധനാണ്. ആ ഈശ്വരനായി തീർന്ന, ശിവനായി തീർന്ന ഈശ്വരൻ തന്നെയാണ് അദ്ദേഹം. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനിയും പറയാൻ പോകുന്നത് കുറച്ച് അവധൂതന്മാരെ, സിദ്ധന്മാരെ കാണിച്ചു തരാം. ആദ്യം പറയാനുള്ളത് ശിവനാണ് കേട്ടോ. അദ്ദേഹമാണ് എല്ലാം. അദ്ദേഹമാണ് എല്ലാത്തിൻ്റെ അൾട്ടിമേറ്റ്. ദത്താത്രേയ സിദ്ധൻ, അത് ശിവൻ്റെ തന്നെ, ശിവൻ്റെയും ദത്താത്രേയ സങ്കല്പം, അത് സിദ്ധന്മാരുടെ ഏറ്റവും അതിലെല്ലാം ഉണ്ട്. ദത്താത്രേയ സങ്കല്പത്തിൽ എല്ലാം വരുന്നുണ്ട്. രോമർഷി മഹാസിദ്ധനാണ് ഈ രോമർഷി. അദ്ദേഹമാണ് സിദ്ധരഹസ്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകണം എന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്ന അദ്ദേഹം മഹാപുണ്യാത്മാവാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ രമണ മഹർഷി, പിന്നെ എനിക്കിങ്ങനെ നോക്കുമ്പം ചിലത് മനസ്സിലാകുന്നതനുസരിച്ച് പറഞ്ഞു തരുവാണ് കേട്ടോ, ഇങ്ങനെ നോക്കുമ്പോഴേ. ഇപ്പോൾ രമണ മഹർഷി അറിയാമല്ലോ,
അദ്ദേഹം മഹാ അവധൂതനാണ്, മഹാസിദ്ധനാണ്. പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇത് ലാഹരി മഹാശയൻ മഹാസിദ്ധനാണ്. യുക്തേശ്വരഗിരി ഇദ്ദേഹം ലാഹരി മഹാശയൻ്റെ ശിഷ്യനാണ് യുക്തേശ്വരഗിരി. ബുദ്ധനെ കുറിച്ചൊക്കെ അറിയാമല്ലോ. ബുദ്ധൻ്റെ പ്രത്യേകത എന്താണ്? അതായത് രാജകുമാരനായിരുന്നു. രാജകുമാരൻ എന്ന് പറഞ്ഞാൽ എല്ലാ സുഖ സൗഭാഗ്യങ്ങളുടെ ഇടയിൽ ബുദ്ധൻ ഇതാണ് ബുദ്ധൻ കേട്ടോ. ഇത് ജൈനനാണ്. അപ്പോൾ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മഹാസിദ്ധന മഹാവധൂതനായിരുന്നു. ബുദ്ധനെ ഞാൻ എൻ്റെ ടേബിളിൽ എൻ്റെ ഈ മുറി ബുദ്ധൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. ബുദ്ധന് എല്ലാം ഉണ്ടായിരുന്നു. രാജകുമാരനായിരുന്നു. ഒന്ന് കൈയടിച്ചാൽ സർവ്വതും മുന്നിൽ വരും. അധികാരം, സമൃദ്ധികളെ എല്ലാം ഉണ്ട്. വിവാഹം കഴിച്ചതുമായിരുന്നു. എല്ലാ സമ്പന്നതകൾക്കിടയിലും ആയിരുന്നു ആ ബുദ്ധൻ എന്ന് പറഞ്ഞ ബുദ്ധൻ രാജകുമാരനായിരുന്നപ്പോൾ ഉള്ളു. അപ്പോൾ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം അറിഞ്ഞൊരു സത്യമുണ്ട്. ഇതെല്ലാം ഉപേക്ഷിക്കാമെന്ന് സാധാരണക്കാരനെ കൊണ്ട് പറ്റത്തില്ല. എല്ലാവരും ഇന്ന് ഓടി നടക്കുന്ന സുഖ സൗഭാഗ്യങ്ങളും അധികാരങ്ങളും സന്തോഷത്തിനും പറയും. ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അധികാരം കൊണ്ടല്ലെങ്കിൽ സുഖ സൗഭാഗ്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന സന്തോഷത്തിന് പുറകെയാണ്. അപ്പം അതെല്ലാം ഒരു രാത്രി ഉപേക്ഷിച്ചിട്ട് ബുദ്ധൻ അവിടം വിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് ഈ ബുദ്ധൻ നേടിയത് എന്താണ്? ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മളാണോ ജീനിയസ്, ബുദ്ധനാണോ ജീനിയസ്? സ്വയം ചിന്തിച്ച് നോക്കുക. ബുദ്ധന് കിട്ടിയത് എന്താണ്, നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? അതുകൊണ്ടാണ് ബുദ്ധനെ ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട്. ബുദ്ധൻ, പിന്നെ ഷിർദി ബാബ ഇപ്പം ഞാൻ കാണിച്ചായിരുന്നല്ലോ. പിന്നെ വരുന്നത് നിത്യാനന്ദ ഭഗവാൻ കണ്ട് ഈ ഇരിക്കുന്ന നിത്യാനന്ദ ഭഗവാൻ. ഇത് ഈ ഫോട്ടോ വലുതാക്കിയപ്പം കുറച്ച് ബ്ലെയറായി. അതുകൊണ്ട് ഇച്ചിരി അവ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. ഈ ചെറിയ ഫോട്ടോ ആയിരുന്നു, ഞാൻ വലുതാക്കിയത്, എല്ലാവരും ജയിച്ചതാണ്. അപ്പം കുറച്ച് അതിൻ്റെ വ്യക്തത നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇതാണ് നിത്യാനന്ദ ഭഗവാൻ. നമ്മുടെ കാഞ്ഞങ്ങാട് ഗുഹ ഒക്കെയുള്ള നിത്യാനന്ദ ഭഗവാൻ. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് എമ്മിന് ഒരു ചികിട്ടത്തിനൊരടി കിട്ടിയതായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു നാടി ഓടിയെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നിത്യാനന്ദ ഭഗവാനാണ്. അദ്ദേഹം ബോംബെയിലാണ് ശരിക്കും, പക്ഷേ കാഞ്ഞങ്ങാട് അദ്ദേഹത്തിൻ്റെ ഗുഹയുണ്ട്. ഈ നിത്യാനന്ദൻ്റെ അവധൂത ഗീത ഞാൻ വായിച്ചിട്ടുണ്ട്. നിത്യാനന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ. പിന്നെ ബാക്കി ഒരുപാട് സിദ്ധന്മാരുണ്ട്. പക്ഷേ എനിക്കിതൊന്നും എല്ലാം ഒന്നും ഈ അത്ര വ്യക്തമാകുന്നില്ല. കാരണം ഫോട്ടോ ഇത് കൂടുതൽ വലുതാക്കിയപ്പോൾ കുറച്ച് ബ്ലെയറായി, അവ്യക്തമായി. അതുകൊണ്ട് എനിക്ക് കുറച്ച് വ്യക്തമായതാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. എന്നാലാവുന്നത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പം പിന്നെ ശങ്കരാചാര്യ സ്വാമികൾ, അദ്ദേഹം മഹാ അവധൂതനും ശിവൻ്റെ തന്നെ അംശമാണ്, അറിയാമല്ലോ. ഇനിയും പറഞ്ഞു തരാൻ പോകുന്നത് സാക്ഷാൽ കോരക്കരെക്കുറിച്ചാണ്. കോരക്കരെക്കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം അറിയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ശ്വാസമെടുപ്പ് അത് ഈ ഒരു സിദ്ധൻ്റെ പ്രണമിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിനെ പ്രണമിച്ചുകൊണ്ടാണ് എൻ്റെ ശ്വാസമെടുപ്പ്. അതായത് ഞാൻ അതുപോലെ ഇദ്ദേഹം മഹാഗുരുവാണ്, മഹാസിദ്ധനാണ്. കോരക്കർ സിദ്ധൻ എന്ന് പറയും. കോരക്കർ ഇദ്ദേഹം ശിവനായി തീർന്ന സിദ്ധരാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് വിദ്യകളൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തെ നമ്മൾ ധ്യാനിച്ചാൽ പോലും നമുക്ക് ഓരോ വിദ്യകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഓം ക്ലീം ശ്രീം ശ്രീ ഗോരക്ക സിദ്ധായ സർവസിദ്ധായ, ഓം ക്ലീം ശ്രീം ശ്രീ ഗോരക്ക ദേവായ സർവസിദ്ധായ ദേവായ നമ. ഓം ജ്ഞാനബ്രഹ്മരൂപമയം ആനന്ദസിദ്ധി കർമ്മമയം അമൃത സഞ്ജീവിയ അവധൂതമയം ഗോരക്ക ഉപാസനഹേ. അദ്ദേഹത്തെ സ്മരിച്ചാൽ തന്നെ എല്ലാം വന്നുകൊണ്ടിരിക്കും. സത്യസന്ധമായിരിക്കണം, മനസ്സിൽ നന്മ ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. ശിവനായി തീർന്ന സിദ്ധനാണ്. ശിവൻ തന്നെയാണ്, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ശിവൻ തന്നെയാണ് അദ്ദേഹം, എൻ്റെ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് കുറേ അവധൂതന്മാരെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇനിയും പറയാൻ പോകുന്നത് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം
എൻ്റെ എല്ലാമായ ശിവഭഗവാനാണ്. അതായത് അഘോരമൂർത്തിയാണ്, ഏറ്റുമാനൂരപ്പനാണ്. അപ്പം ഭഗവാനെ കാണിക്കാനൊരു കാര്യമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് 8 കൊല്ലം അടുപ്പിച്ച് ഏറ്റുമാനൂർ കൊണ്ട് എന്നെ ചെറുപ്പത്തിൽ തൊഴിക്കുമായിരുന്നു കുട്ടിക്കാലത്ത്. അപ്പം ഞാനീ പറയുന്ന ശിവൻ്റെ പല കാര്യങ്ങളും എനിക്ക് അപ്പനേന്ന്, ഏറ്റുമാനൂരപ്പനേന്ന് കിട്ടിയ ജ്ഞാനമാണ്. നിങ്ങൾക്ക് തരുന്ന ജ്ഞാനങ്ങൾ പലതും അപ്പനേന്നും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ജ്ഞാനമാണ്. അതൊന്നും എൻ്റെ കഴിവ് ഒന്നുമല്ല. അവർക്ക് എല്ലാത്തിനോടും നന്ദി പറയുന്നു. ഈ അയ്യപ്പസ്വാമിയെ കാണിക്കാൻ കാര്യം, അയ്യപ്പസ്വാമിയെ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. കാരണം ഞാൻ ചെറുപ്പത്തിൽ ശരിക്കും സംസാരിക്കത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും നേർന്നു ശബരിമലയ്ക്ക് കൊണ്ടുപോയേക്കാം ഇത് നേർന്നു. അങ്ങനെ ശബരിമലയ്ക്ക് എന്നെ കൊണ്ടുപോയി. അതിനുശേഷമാണ് ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ സംസാരിക്കാൻ പിന്നെ തുടങ്ങിയ ഇപ്പോൾ എല്ലാം ദൈവിക കാര്യങ്ങളുമാണ്. അത് ഈ അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അയ്യപ്പനെക്കുറിച്ച് കൂടെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുന്നത് പൂർണ്ണമാകത്തില്ല. എൻ്റെ അനുഭവം പറയുന്നത് കേട്ടോ, എൻ്റെ അനുഭവം പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്കത് ഇഷ്ടമുള്ളവർക്കത് സ്വീകരിക്കാതിരിക്കാം നിങ്ങളുടെ ഇഷ്ടം. കാരണം എൻ്റെ അനുഭവമാണ്. ഞാനിതുപോലെ അയ്യപ്പനെക്കുറിച്ച് എന്നാളെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ വാട്സപ്പിൽ ചെയ്തു, സാറേ ഞാൻ അയ്യപ്പനെ വിളിച്ചിട്ട് ഒരു ബലവുമില്ല. അത് നിങ്ങളുടെ അനുഭവം, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം. എൻ്റെ അനുഭവം പറയുന്നത് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നതുകൊണ്ട് അയ്യപ്പൻ്റെ അനുഗ്രഹമാണ്. അങ്ങനെയാണ് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് സ്മരിക്കുമ്പോഴാണ് മനസ്സിനൊരു സന്തോഷം. നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്ന രീതിയിൽ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി. ഇവരൊക്കെ ഈശ്വരന്മാർ തന്നെയാണ് കേട്ടോ, ഗുരുക്കന്മാരല്ല, ഈശ്വരന്മാരാണ്. ഇപ്പം ഞാനിവിടെ ഫോട്ടോ വെച്ചിരിക്കുന്ന കുറേ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇനിയും ഇപ്പം നമ്മുടെ ഒരു വീഡിയോ കാണുന്ന നല്ലൊരു പുണ്യാത്മാവ്, അദ്ദേഹം പൂന്തുറ തക്കല സിദ്ധർ അടുത്ത് കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് വീഡിയോ ഇട്ട് തന്നു. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു നിത്യാനന്ദ ഭഗവാന്റെ കാഞ്ഞങ്ങാട് ഗുഹയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇട്ട് തന്നു. പിന്നെ പളനിയിലൊരു സിദ്ധർ സമാധിയിൽ പോയിട്ട് ഭസ്മം എനിക്ക് അവർ അയച്ചു തന്നു. ഇങ്ങനെ നാടിൻ്റെ നാനാഭാഗത്തും ഒരുപാട് സിദ്ധന്മാരുണ്ട്. പട്ടിസ്വാമി, പൂന്തുറ തക്കല സിദ്ധർ, പിന്നെ ബ്രഹ്മശ്രീ നീലകണ്ഠബാദർ, അങ്ങനെ ഒരുപാട് സ്വാമികളുണ്ട്. ചെന്നിത്തല സിദ്ധറായ ഇവരൊക്കെ സമാധിയായതാണ്. പിന്നെ ഒരുപാട് ഈശ്വരീയമായ ഗുരുക്കന്മാരുണ്ട്. ഇവരെയൊക്കെ ഒന്ന് ചിന്തിക്കുന്നതിന് ഒരു മഹാപുണ്യം, മഹാഭാഗ്യം. നമ്മൾ വെറുതെ ആഹാരം കഴിച്ച് നമുക്ക് വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള അലച്ചിലുകളും ഓട്ടങ്ങളും ഒക്കെ അതൊക്കെ വേണം. അതിൻ്റെ കൂട്ടത്തിൽ ഈശ്വരീയമായ കാര്യങ്ങൾ ചിന്തിക്കാനും അറിയാനും ഒരു സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് ദൈവികമെന്ന് മാത്രമേ പറയാനും പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് ആ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് അല്ലാത്തവർക്കൊന്നും അറിയാനോ കാണാനോ ഒന്നും പറ്റത്തില്ല. അപ്പം ഞാൻ ഇത്രയും പേരെ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് പലതും അറിയാവുന്നതായിരിക്കും. പക്ഷേ എങ്കിലും ഞാൻ എൻ്റേതായ രീതിയിൽ പറഞ്ഞു തന്നു. അതെനിക്ക് മനസ്സിനൊരു സന്തോഷം. നിങ്ങളെല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖനോ ഭവന്തു. ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും സർവ്വജീവജാലങ്ങൾക്കും സമഗ്ര സൃഷ്ടിക്കും ഈശ്വരൻ്റെ ആ എല്ലാ ഗുണങ്ങളും അതിലൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ. ആ ഗുണങ്ങളെയെല്ലാം സമഗ്ര സൃഷ്ടിയും ഈശ്വര ഗുണങ്ങളെ അറിയുമാറാകട്ടെ. ഇപ്പം നമ്മൾ ഈശ്വര ഗുണം ഉണ്ടെങ്കിലും നമ്മൾ ആ ഈശ്വര ഗുണത്തെ അറിയുമ്പോഴാണ് നമുക്ക് പ്രകടമായ മാറ്റം ഉണ്ടാകുന്നത്. നമ്മളിൽ 2 ഗുണമുണ്ട്, ഈശ്വരമായ ഗുണമുണ്ട്, അല്ലാത്ത ഗുണമുണ്ട്. നമ്മൾ ഇവിടുന്ന് ആർജിച്ച ചില ചിന്തകളും കാഴ്ചപ്പാടുകളും. ഇപ്പോൾ ഈശ്വരീയ ഗുണം കൂടുതലായിട്ട് ഉണ്ടായി വരുമ്പോഴാണ് നമുക്ക് ആ ഈശ്വരമായ ബോധം ഉണ്ടാകുന്നത്. അങ്ങനെ ഈശ്വരീയമായ ബോധം എല്ലാ ചരാചരങ്ങളിലും ഉണ്ടാകട്ടെ. ഈശ്വരീയമായ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈശ്വരൻ എല്ലാത്തിലും വിളങ്ങട്ടെ. നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പം ഉള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഇരുളുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എങ്ങും തേജോ ഗോളങ്ങൾ. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എങ്ങും തേജോ ഗോളങ്ങൾ. ഇരുളുമ്പോൾ പോലും നിൻവീരൽ തുമ്പിൽ തിരിയുന്നു. ഈശ്വരനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥന രാവിലെ കേട്ടുകൊണ്ടാണ് അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോൾ ഈ പ്രാർത്ഥനയാണ്.
നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം വന്ദനം. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഗുണം നമുക്കുണ്ട്, നമ്മുടെ ചിന്തയിലുമുണ്ട്. ഇപ്പോഴത്തെ ജീവിതം വളരെ ഫാസ്റ്റാണ്. ഒരു ഇത്തരം പ്രാർത്ഥനകളൊക്കെ ചിലപ്പം കേൾക്കണമെന്ന് പോലും നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ചകളൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് എന്തോ ചെയ്യുന്ന അറിയത്തില്ല. ഫാസ്റ്റായിട്ടാണ് വരുന്നതും ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോൾ ജീവിതത്തിലെ പല കാര്യങ്ങളും അതിജീവിക്കാനും പല കാര്യങ്ങളും നേടിയെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈശ്വരനെ അറിയട്ടെ. ഇന്നത്തെ കുട്ടികളൊക്കെ ആ ശരിയായ ഈശ്വര ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനും ഒക്കെ അത് ഉപകരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.